ഈ ചാനൽ കാണുന്ന നിങ്ങളെ ഏവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു തൻ്റെ മഹത്വത്തിൽ പ്രത്യക്ഷനായി അവിടുത്തെ രാജകീയ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി സകല ജനത്തെയും തിരുസന്നിധിയിൽ ഒന്നിച്ചു കൂട്ടും. മത്തായി 24:29 കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ആ ദിവസങ്ങളിലെ ദുരിതങ്ങൾ അവസാനിച്ചാലുടൻ മനുഷ്യപുത്രൻ്റെ വരവിൻ്റെ ചിഹ്നം ആകാശത്ത് ദൃശ്യമാകും. കർത്താവ് പറഞ്ഞതിന് പ്രകാരം ഇസ്രായേൽ സകല രാഷ്ട്രങ്ങളുടെയും നിന്ദയ്ക്കും വെറുപ്പിനും വിധേയരാകും. ഇസ്രായേൽ എന്ന ജൂത രാജ്യത്ത് ജനിച്ച യേശു അവിടെ തന്നെ വളർത്തപ്പെട്ടു, ശുശ്രൂഷകൾ നടത്തി, മരണപ്പെട്ടു, മരണത്തിൽ നിന്നും ഉയർക്കപ്പെട്ടു, സ്വർഗാരോഹണം ചെയ്തു, വീണ്ടും വരുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിൻ്റെ അനന്തരഫലമായി ജൂത സമൂഹം പീഡനത്തിന് വിധേയരാകും, അവഗണിക്കപ്പെടും, തടവിൽ അടയ്ക്കപ്പെടും, അധിക്ഷേപിക്കപ്പെടും, വിധിക്കപ്പെടും. കാരണം ശൂന്യമാക്കുന്ന മ്ലേച്ഛത പ്രാബല്യത്തിൽ വരുത്തുന്ന എതിർ ക്രിസ്തു ജൂത സമൂഹത്തിന്റെ നേർക്ക് തന്റെ ക്രോധത്തിന്റെ കെട്ട് അഴിച്ചുവിടുന്നതാണ്. ഈ ഭൂമിയിൽ ഏകലോക സർക്കാരിന്റെ നേതൃത്വം കയ്യേറ്റ് ഭരണചക്രം തിരിക്കുന്നത് എതിർ ക്രിസ്തു ആയിരിക്കും. അവനും കള്ളപ്രവാചകനും ചേർന്ന് സകല മനുഷ്യരും തങ്ങളുടെ കൈകളുടെ പുറത്തോ നെറ്റിയിലോ ഒരു അടയാളമിടുന്നതിനായി നിർബന്ധിക്കും. ഇപ്രകാരം മുദ്രകൾ ഇല്ലാത്തവർക്ക് വസ്തുവകകൾ വാങ്ങുവാനോ വിൽക്കുവാനോ അർഹത ഇല്ലാതാകും. ഈ ദുരവസ്ഥ അനുഭവിക്കുന്ന യഹൂദരെ സഹായിക്കാൻ, അവർക്ക് അഭയം നൽകാൻ ആരാണ് മുന്നിട്ടിറങ്ങുക? ഒരു നേരത്തെ ആഹാരമോ കുടിനീരോ നൽകുന്നതിനും അത്യാവശ്യ വസ്തുക്കളും പാർപ്പിടങ്ങളും നൽകുന്നതിനും ആരാണ് സന്മനസ് കാണിക്കുക? യേശുവിൻ്റെ സഹോദരവർഗമായി അവർക്ക് ആവശ്യത്തിനുള്ള സഹായം ആരാണ് നൽകുക? ഇതിൻ്റെ ഉത്തരം പീഡനകാലത്ത് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവർ മാത്രം എന്നതാണ്. പീഡനകാലത്ത് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച ആളുകൾക്ക് മാത്രമേ തങ്ങളുടെ ജീവനെ പോലും മറന്ന് ജൂത സഹോദരങ്ങൾക്ക് വേണ്ട സഹായം നൽകുവാൻ തയ്യാറാകത്തുള്ളൂ. ഈ കാര്യം നമ്മൾ മനസ്സിൽ കരുതേണ്ട ഒരു പ്രധാന വസ്തുതയാണ്. ഇത് വ്യക്തമായി ഗ്രഹിച്ചുവെങ്കിൽ മാത്രമേ ആഴത്തിൽ ഈ വിഷയം മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. അതിഭീകരമായ അനുഭവങ്ങളിൽ കൂടി കടന്നുപോയ ജൂത ജനതയ്ക്ക് ആവശ്യ സഹായങ്ങൾ നൽകി സംരക്ഷിച്ച ഇതര ജനവിഭാഗങ്ങൾ തങ്ങൾ ക്രിസ്തു യേശുവിൻ്റെ യഥാർത്ഥ പിൻഗാമികൾ ആണ് എന്ന് തെളിയിക്കപ്പെടും. ഈ സമയം ന്യായവിധിക്കായി യേശുവിന് മുമ്പിൽ അണിനിരക്കുന്നവർ മഹോദ്രവകാലത്ത് ജീവിച്ചിരുന്ന സകല ജാതികളിൽ ഉൾപ്പെട്ട ജനസമൂഹമാണ്. അവർ എപ്രകാരമാണ് പ്രതിസന്ധി ഘട്ടത്തിൽ യഹൂദരോടൊപ്പം നിന്നത്, അവരെ സഹായിച്ചത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രസ്തുത ന്യായവിധി നടപ്പിലാക്കുക. ആപത്ഘട്ടത്തിൽ പീഡിതർക്കൊപ്പം നിന്ന് അവരുടെ കണ്ണുനീരൊപ്പാൻ കൂട്ടാക്കാതിരുന്നവർ യേശുവിനൊപ്പം അല്ല എന്നും സഹായം ചെയ്തവർ യേശു ക്രിസ്തുവിൻ്റെ അനുയായികളാണെന്നും തെളിയിക്കുന്നു. അതിനാൽ കോലാടുകൾ ഏതാണ്, ചെമ്മരിയാടുകൾ ഏതാണ് എന്നൊക്കെ തിരിച്ചറിയുന്നതിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാനിടയില്ല. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.